സംസ്ഥാന അവാർഡ് ഈ സിനിമ മേടിച്ചത് ഞെട്ടിയോ? മികച്ച നടനുള്ള അവാർഡ് ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞെട്ടിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കിട്ടുന്ന പ്രതീക്ഷ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നു, വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാമർ നടന്മാരൊക്കെ ഏറ്റുവാങ്ങുന്നൊരു പുരസ്കാരം ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്യുന്ന ഒരാൾ കരഗസ്ഥമാക്കുന്നു. അല്ല, അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ചില ഭാഗ്യത്തിൻ്റെ എലമെൻറ്റും കൂടി ഉണ്ട്. കാരണം നമ്മുടെ പടം വരുന്ന സമയത്ത് നമ്മളെക്കാൾ മിടുക്കന്മാരോ ഒരുപാട് നടന്മാരുണ്ട്. ഇവർക്കൊക്കെ നല്ല വേഷങ്ങൾ കിട്ടാതിരിക്കുക, നല്ല സിനിമ ഇറങ്ങാതിരിക്കുക, നല്ല സിനിമ ഇറങ്ങാതിരിക്കണം. പിന്നെ നമ്മുടെ പടം കാണുമ്പോൾ അന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളിൽ നമ്മളോട് ശത്രുത ഇല്ലാത്ത ആളുകളായിരിക്കണം. പിന്നെ അറിയാതെ ചിലപ്പോൾ അദ്ദേഹത്തിന് സ്നേഹമുള്ള ഒരാളുടെ മുഖച്ഛായ നമുക്കുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രത്തിന് ജസ്റ്റേഴ്സിലുണ്ടെങ്കിൽ പോലും അത് സ്വാധീനിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പം അതിൽ കയറിയിട്ട് അങ്ങനെ ഞെളിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. അത് ഞാൻ നാഷണൽ അവാർഡ് മേടിച്ചു, നാളെ മുതൽ ഞാൻ ഇന്നാളാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഈ അവാർഡ് മേടിച്ച ശേഷം റെമ്യൂണറേഷൻ നാളെ മുതൽ 25% കൂടി. ഇല്ല, കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം വെച്ചാൽ അത്തരത്തിലുള്ള പടങ്ങൾ കുറേ വന്നു. അപ്പോൾ നമുക്ക് കണക്ക് പറഞ്ഞ് മേടിക്കാൻ അത് നമുക്കറിയാം. അപ്പോൾ അവരുടെ ഞാൻ പറയും, ഈ പടം സാമ്പത്തികമായിട്ട് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ നല്ല പടം എടുക്കാൻ വേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ എനിക്കും അത് ചെയ്യാൻ ഇഷ്ടമാണ്. നല്ല ക്യാരക്ടറാണ്. അപ്പോൾ നല്ല പടം എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ, അപ്പോൾ അവർ ഒരു സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിച്ചിട്ട് തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പിന്നെ റെമ്യൂണറേഷൻ കുറച്ച് പറയേണ്ടി വരും. അത് ലാലിൻ്റെ അടുത്ത സുഹൃത്ത് പറഞ്ഞു, അവനുണ്ടല്ലോ നല്ല കച്ചവടക്കാരനാണ്, സംവിധാനം ചെയ്യുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും നിർമ്മിക്കുമ്പോഴും. പക്ഷെ അഭിനയത്തിലെത്തിയപ്പോൾ അവന് സ്വഭാവത്തിൽ കുറച്ച് മാറ്റമൊക്കെ വന്നു. നല്ലൊരു റോളിന് വേണ്ടിയിട്ട് അവൻ കുറച്ച് പൈസ വേണ്ടാന്ന് വെക്കും, റെമ്യൂണറേഷൻ കുറയ്ക്കും, വേണത് വൈകി മേടിക്കും, വേണേ പകുതിയെ വാങ്ങുള്ളൂ. അവരെന്തോ ഒരു മാനസാന്തരം സംഭവിച്ചിട്ടുണ്ട്. അല്ല, അതുപോലെ പടങ്ങൾ ചിലത് ഒഴിവാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കൂട്ടി പറയും. ചിലത് അതിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല പടങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കുട്ടി പറയും പോയിന്ന് വിചാരിക്കും. അപ്പോൾ അവർ ചോദിക്കുന്നോ, ഇത് ഇത്തിരി കൂടുതലല്ലേ? കൂടുതലാണ്. പക്ഷേ എനിക്ക് ഇത് പടം കൊണ്ടിട്ട് ഞാൻ ഈ പടം നിങ്ങളിപ്പോൾ ഒരുപാട് നിർബന്ധിക്കൊണ്ടാണ് ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷെ ചെയ്യുമ്പോൾ എനിക്കറിയാം എനിക്ക് ആ പടം കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്നെ പറ്റിയുള്ള ആളുകളുടെ ധാരണയിൽ. അപ്പോൾ ആ നഷ്ടങ്ങൾ പിന്നെ ഇത് പണം വെച്ചിട്ട് വേണം കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ പൈസ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, പ്രതീക്ഷിക്കാണ്ട് കിട്ടിയിട്ടുണ്ട് പടങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് പറ്റീരിൻ്റെയും പാരയുടെയൊക്കെ കേന്ദ്രമല്ലേ? അല്ല, അത് ഏത് ഇൻഡസ്ട്രിയിലും സംഭവിക്കുന്നു. പക്ഷേ സിനിമയിൽ പ്രത്യേകിച്ച് അതിനകത്ത് ഒരു സിനിമ കഴിയുന്നു, അതോടുകൂടിയിട്ട് ആ ബന്ധം കഴിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലാണ് ഇതുപോലുള്ള പാരയും പറ്റീരും കൂടുന്നത്. അങ്ങനെയൊന്നും പാരയും പറ്റിയിരുന്ന അതൊക്കെ വെറുതെ. മിക്കവാറും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഈ എന്നെ പാര വെച്ചു എന്നുള്ള വാക്ക് പറയുന്ന ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവരാരും രക്ഷപ്പെടില്ല. അത് സ്വന്തം കഴിവില്ലാത്തവരാണ് ഈ പാര വെച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ആർക്കും ആരെയും പിടിച്ചു നിർത്താനൊന്നും പറ്റുമൊന്നുമില്ല. ടാസ് എന്തെങ്കിലും ആണെങ്കിൽ അത് പുറത്ത് വന്നിരിക്കും, അതിന് അവസരങ്ങളുണ്ട്. അത് ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാലിന് അതിൽ വിശ്വാസമില്ല, ഒരു വിശ്വാസമില്ല, 1% പോലും വിശ്വാസമില്ല. എല്ലാ വർഷവും ലാല ഈ പറഞ്ഞ പോലെ നമ്മുടെ ആണ്ട് പെരുന്നാൾ പോലെ ഈ മലയാള സിനിമയെക്കുറിച്ചൊരു ചർച്ച വരും. ക്ലിക്കുകൾ, പാരകൾ, ഗ്രൂപ്പുകൾ, ജാതി ചിന്ത, വിഭാഗങ്ങൾ, തിരുവനന്തപുരം ലോബി, കൊച്ചി ലോബി, ജാതിയുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലോബി, എന്തോന്നല്ലേ ഇത്? ലോബികളുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. അത് ഒരു മോശപ്പെട്ട കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും അടുത്ത, എനിക്ക് മാനസികമായിട്ട് അടുപ്പമുള്ള ആളുകളെ ആയിരിക്കുള്ളൂ നമ്മൾ വിളിക്കുക, അല്ലേ? നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് പോകണം. ഇപ്പോൾ ഒരു 3-4 പേരും കൂടെ ഈ യാത്ര പോകുന്നു. ആ യാത്രയിൽ 3-5 പേരുണ്ടെങ്കിൽ കൊള്ളാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, എപ്പോഴും നമ്മൾ ഒന്നിച്ച് കാണുന്ന. അത് ചിലപ്പോൾ സിനിമ എടുക്കുന്ന കാര്യത്തിൽ ചിന്തിക്കുമ്പോഴും അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അതൊരു മനഃപൂർവ്വം ഞങ്ങളിത് ഇങ്ങനൊരു കെട്ടാണ്. അത് സിംപ്ലിഫൈ ചെയ്യണം. അങ്ങനെ മനഃപൂർവ്വമായിട്ട് ഈ പടത്തിനകത്ത് ക്രിസ്ത്യാനികൾ മതി, അല്ലെങ്കിൽ ഈ പടത്തിൽ നായന്മാർ മതി, അല്ലെ എന്ന് പറയുന്ന ചിന്തയോടുകൂടിയിട്ട് അങ്ങനെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടാകുന്നത് ഇങ്ങനെ അറിയാതെ വരുന്നു പോകുന്ന സംഭവം. ചിലപ്പോൾ അവർ കുറേ കാലങ്ങളായിട്ട് ഒന്നിച്ചുള്ളൊരു ഗ്രൂപ്പായിരിക്കും. അപ്പോൾ അത് എന്താ പറയുക, ഞാൻ സിനിമ എടുക്കുമ്പോൾ എനിക്ക് അറിയാതെ ഇന്നസെൻ്റ് ഏട്ടൻ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അത് ഇന്നസെൻ്റ് ഏട്ടൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, അത് ഇന്നസെൻ്റായിട്ടുള്ള ഒരു മുകേഷ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അത് ഞാൻ ഹിന്ദു ആയതുകൊണ്ടല്ല. സിദ്ദീഖ് എനിക്കിഷ്ടമാണ്, ജഗദീഷ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കഥാലോചിക്കുമ്പോൾ ജഗദീഷിന് എന്തെങ്കിലും അതിനകത്ത് കൊള്ളിക്കാൻ പറ്റുമോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാറുണ്ട്. അതൊക്കെ അത് കംഫർട്ടാണ് അല്ലേ? പിന്നെ വർക്കിൻ്റെ സുഖമാണ്. പിന്നെ എന്തിനാ ഇങ്ങനെ ഈ ചർച്ചകൾ ഇവർ ഈ സിനിമാക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക്?
ചർച്ചകളുണ്ടെങ്കിൽ ഇത് ഉണ്ടെന്ന് അറിയുള്ളൂ. ഇത് നടത്തുന്ന വേറെ ആരുമല്ല, ഞങ്ങളെപ്പോലെ പാവപ്പെട്ട പ്രേക്ഷകരല്ല, ഇതിന്റെ കൂടെ നിൽക്കുന്ന അസോസിയേഷൻ ഉണ്ടല്ലോ, ഈ അസോസിയേഷന്റെ തലപ്പത്ത് കുറെ ആളുകളും ഉണ്ടാവും. ഇവർക്കൊന്നും വേറെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, പണിയില്ല. അപ്പൊ ഇവര് ഇങ്ങനെ ഇതിന്റെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു നമ്മുടെ പത്രത്തിൽ ഫോട്ടോ വരും. അത് കഴിഞ്ഞ പിന്നെ ഇവരാണെന്ന് ആരാ ഓർക്കുന്നത്? ഇവരെ വീട്ടുകാരല്ലാതെ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഓ ശരി ഇദ്ദേഹമാണല്ലോ എന്റെ ആള് എന്ന് പറയുന്നൊരു ഓർമ്മപ്പെടുത്തല്. ഒരു ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന വിവാദങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്ത് അതിന്റെ അല്ലാത്തതുകൊണ്ടോ കാരണങ്ങളുണ്ടായിട്ട് അവർ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ലാൽ ഏത് ക്ലിക്കിന്റെ ഭാഗമാണ്? ഞാൻ ഒന്നിന്റെ ഭാഗമല്ല, ഒന്നിനും ഭാഗമല്ല. തെന്നിക്കളിക്കും, തെന്നിക്കളിക്കലല്ല. എന്തിനാ അങ്ങനെ ഭാഗമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഒരു ടീമാണെന്ന് ചിന്തിച്ചിട്ടില്ല. ഇപ്പറഞ്ഞ പോലെ മുകേഷിന്റെ ബെൽറ്റിന്റെ ഭാഗമാണോന്ന് ചോദിച്ചാൽ അതെ, ജഗദീഷിന്റെ ബെൽറ്റിന്റെ ഭാഗമാണോന്ന് ചോദിച്ചാൽ ലാല് വളരെ സമർത്ഥനം. എന്താ കാരണം വെച്ചാൽ ഈ മുകേഷ് പോലും ഈ ന്യൂ ജനറേഷൻ സിനിമകളോടൊക്കെ എന്തോന്ന് സിനിമ എന്നൊക്കെ പറയുമ്പോൾ പോലും ലാലങ്ങനെയല്ല. ലാലിപ്പോ ന്യൂ ജനറേഷൻ ആണ്, ലാൽ അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ജനറേഷൻ ഒന്നും ഇല്ലെന്നേ. റാംജി റാവു എന്ന് പറയുന്ന അന്നത്തെ ന്യൂ ജനറേഷൻ ആയിരുന്നു, അല്ലെ ഹരിഹർ നഗർ ആയിരുന്നു. അന്ന് ആരും ന്യൂ ജനറേഷൻ എന്നൊരു പേര് വിട്ട് അതിനെ വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ പേര് പറഞ്ഞുകൊണ്ടിട്ട് അതിങ്ങനെ എല്ലാവരും കൂടി കൊട്ടിഘോഷിക്കുന്നു. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഒരു കാര്യമില്ല. ഇത് ഈ പറഞ്ഞ പോലെ സിനിമാ വിവാദങ്ങളെ പോലെ തന്നെ വേറൊരു വിവാദം മാത്രമാണ്. പിന്നെ 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 അതെല്ലാ കാലഘട്ടത്തിലും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഐവിശേഷി വന്നപ്പോൾ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പത്മരാജൻ ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്, ഭരതൻ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിങ്ങനെ ഓരോ ഞങ്ങൾ വന്ന ഒരു മാറ്റത്തിൻ്റെ സമയമായിരുന്നു അത്. അതിനുശേഷം എത്രയോ റാംജി റാവു ഇറങ്ങി, എത്രയോ ഗോഡ് ഫാദർ ഇറങ്ങി, ഇവിടെ ഹരിഹർ നഗർ എത്ര ഈ ലാലിൻ്റെ ഇത്രയും വളരെ ക്രിയേറ്റീവും സർഗാത്മകവും അതുപോലെ പ്രോഗ്രസീവുമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് എന്താ മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടാകാതെ പോകുന്നത്? ലാൽ വളരെ കൂളായിട്ട് എന്തോന്ന് ഇതൊന്നും വലിയ കാര്യമില്ല. അതെന്താ കൂടെ ലാലിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്, ലാലിൻ്റെ കൂടെ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ ന്യൂ ജനറേഷനിലെ വിപത്തിനെക്കുറിച്ചും അതിൻ്റെ ഗുണകരമല്ലാത്ത പ്രവണതകളെക്കുറിച്ചൊക്കെ വാചാലരാകുന്നു. മുകേഷിനെ വിളിച്ച് പറഞ്ഞു, എന്തോന്നാ മുകേഷ് ന്യൂ ജനറേഷൻ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഫോൺ വിളിച്ചിട്ട്. അവരുടെ അഭിപ്രായമല്ലേ, അവർ പറയട്ടെ, ശരിയായിരിക്കും, ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കും ശരി. പക്ഷെ ലാല് കംഫർട്ടബിളാണ്. ലാല് സിനിമയിൽ വന്ന് ഇപ്പോൾ സിനിമയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പുതിയ പ്രവണതകളോട് പോലും പൊരുത്തപ്പെടാൻ കഴിയുന്ന ഏത് വഴിമാറ്റത്തിലും ലാൽ കംഫർട്ടബിളായി നിൽക്കുന്നു. അതല്ലേ ലാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ലാലിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഈ സിനിമയുടെ ഈ പറഞ്ഞ പോലെ ഉയർച്ചയിലും താഴ്ചയിലും വ്യതിയാനങ്ങളിലും അതിൻ്റെ പുതിയ പുതിയ വാസനകളിലും തലങ്ങളിലൊക്കെ ലാല് ഒരു നിത്യസാന്നിധ്യമാണ്, കംഫർട്ടബിളാണ്. പഴയ ചിരിയൻ ഇപ്പോഴും ഉണ്ട്. ന്യൂ ജനറേഷൻ സിനിമയുടെ പട്ടികയിൽ വരുന്നൊരു സിനിമയാണ് സാൾട്ട് ആൻഡ് പേപ്പർ. തുടക്കം കുറിച്ചത് അവിടെ ലാല് തകർത്തു. മമ്മൂട്ടി കൈകാര്യം ചെയ്യണമെന്ന് ലാൽ മനസ്സിൽ കണ്ട ആ വേഷം ലാൽ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ അതുണ്ടാക്കിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ഉണ്ടല്ലോ മനസ്സിൽ. ഇല്ല, അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഞാൻ ചെയ്ത നല്ല സിനിമ ആവുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ നല്ല സിനിമകൾ ഓടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആളുകൾ തിയേറ്ററിലേക്ക് ആവശ്യം വെച്ചിട്ട് ഞാനായിരുന്നു ആ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ അപേക്ഷ ചെയ്യില്ലായിരുന്നു. താങ്കൾ നിർമ്മാതാവായിരുന്നെങ്കിൽ അതിലൊരിക്കലും താങ്കൾ അഭിനയിക്കില്ലായിരുന്നു, അപേക്ഷ ചെയ്യില്ലായിരുന്നു. കാരണം അങ്ങനെയുള്ളൊരു സിനിമ, അത് എൻ്റെ വിശ്വാസമായിരുന്നു. അത് തെറ്റാണെന്ന് അയാൾ തെളിയിച്ചു. അതാണ് പറഞ്ഞത്, നമ്മൾ പറയുന്നതൊക്കെ ശരിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ശരിയെന്ന് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റും. പിള്ളമാർക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ട്. പിന്നെ ഭീകരം യാഷിക്ക് ഭീകരം പാർട്ടീസാണ്. ഒരു മൂന്നാം കണ്ടുണ്ട്. ആ സംഘം തന്നെ ഭീകരന്മാരാണ്. ആ പടത്തിന് ഞാനും ശ്വേതയും നായകനുമായിട്ട് അഭിനയിക്കുന്നത്. ആസിഫ് ഉണ്ട് ആ പടത്തിൽ, ചെറിയ വേഷത്തിലുണ്ട്. പക്ഷെ ആസിഫ് വന്ന് ഇന്നത്തെ ആസിഫ് അല്ല. ആ പടത്തിന് ആദ്യത്തെ ഷോയ്ക്ക് തിയേറ്ററുകളിൽ നിറയെ ആളുണ്ടായിരുന്നു. അത് നിസാര കളിയൊന്നുമല്ല. അത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഈ നെറ്റിൽ കൂടെയുള്ള ഫേസ്ബുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു കളി, അത് ഭയങ്കരമായിരുന്നു. സമൂഹം മാറിയെന്നൊരു പക്ഷേ ലാൽ തിരിച്ചറിയുന്ന അപ്പോഴാണല്ലേ? അല്ല, ഇതിന് സിനിമയ്ക്ക് ഇങ്ങനൊരു രീതി കൂടി ഉപയോഗിക്കാം, അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാമെന്ന് പഠിപ്പിച്ചൊരു സിനിമയാണ്. പക്ഷെ ഇപ്പോഴും എനിക്കറിയില്ല. അത് എൻ്റെ ഒരു സിനിമയ്ക്ക് എനിക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആളെ വരുത്താൻ പറ്റില്ല. അത് വെറുതെ നെറ്റിൽ കുറേ സംഭവങ്ങൾ അടിച്ച് കയറ്റിക്കൊണ്ട് കാര്യമില്ല. എന്ത് പറയണം, അത് എങ്ങനെ പറയണം, അത് എവിടെ കൊള്ളണം എന്നും കൂടി അറിയണം. ചെറുപ്പക്കാരെ മൊത്തം പിടിക്കാനുള്ളൊരു ഭയങ്കരമായിട്ടുള്ള കഴിവ് അവർ ഓരോരു വലിയ ഗ്രൂപ്പ് തന്നെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ ചെറിയ ബിറ്റ് പോലും ഇതിനകത്തേക്ക് വരുന്നത്. അല്ല ലാലെ, ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലെ അതിൻ്റെ പ്രൊമോഷനും പ്രൊപ്പഗേഷനും ഒക്കെ മാറ്റി നിർത്തിയാൽ തന്നെയും കുടുംബസമേതം ആൾക്കാർ പോയി കണ്ടൊരു പടമാണ്. അതെ, അത് രണ്ടാമത്തെ സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ്
ആദ്യത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ആൾ വന്ന് കാണുക ആദ്യത്തെ എന്നുള്ളതാണ്. സ്റ്റേജിൽ ടേക്ക് ഓഫ് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പിന്നെ രണ്ടാം പൊളിഞ്ഞു പോയി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, പടം തിയേറ്റർ 2 ദിവസം ആളില്ലെങ്കിൽ 3-ാം ദിവസം പടം മാറ്റാണ്. മുമ്പൊക്കെ പനിയത്തി പ്രാവ് എന്ന് പറഞ്ഞ സിനിമ 2ാമത്തെ ആഴ്ചയിലൊക്കെയാണ് അത് ക്ലിക്ക് ആയി തുടങ്ങിയത്. പിന്നെ അതൊരു ഭയങ്കര ഹിറ്റായിട്ട് മാറി. അതിനുമുമ്പ് അതൊരു മോശം പടം എന്നൊക്കെ ആദ്യം പറഞ്ഞു. കൂവിയൊക്കെ ഇറങ്ങി, ആളുകളില്ല. സെക്കൻഡ് വീക്കിൽ ആളില്ലാതെ വന്നിട്ട് വീണ്ടും പതുക്കെ പതുക്കെ കയറിയിട്ട് കയറി ഞാൻ അങ്ങോട്ട് ഈ സിനിമ കണ്ടപ്പോൾ ലാലിനെന്ന് തോന്നുന്നു. ഞാൻ ബാംഗ്ലൂരായിരുന്നു പടം റിലീസ് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഇതിൻ്റെ റിലീസിനെ പറ്റി പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ഫോൺ വന്ന് ഞാൻ ഫോൺ എടുത്ത് ഒരു മോളിൽ നിൽക്കുമ്പോഴാണ് ഫോൺ എടുത്ത് പറഞ്ഞ്, അല്ലാതെ സാറില്ല അതെ പടം കലക്കി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് പടം? അപ്പോൾ ഇങ്ങനെ സോൾട്ട് ആൻഡ് പെപ്പർ കണ്ടു, കലക്കി എന്നാ ഞാൻ വെച്ചു. ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. ഒരാൾ നമ്മളെ പരിചയമുള്ള അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ താല്പര്യം കൊണ്ട് വിളിച്ച് പറഞ്ഞായിരിക്കും വിചാരിച്ചു. പിന്നെ അത് 5 മിനിറ്റ് 2 മിനിറ്റോടൊക്കെ ഫോൺ കോൾസ് ഇങ്ങനെ വരാൻ തുടങ്ങി. അതിനെപ്പറ്റി ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡായി. ഇങ്ങനെ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ ഇതെന്ന് തോന്നിപ്പോയി. പക്ഷെ പിന്നെ ഒന്ന് തിയേറ്ററിൽ വന്ന് ഞാൻ പടം കണ്ടപ്പോഴാണ് ഞാൻ ഫുള്ളായിട്ട് ആ പടം കാണുന്നത്, സിനിമയായിട്ട് സ്ക്രീനിൽ കാണും. അപ്പോൾ മനസ്സിലത് നിസ്സാര കളി എല്ലാ കളിപ്പടത്തിൽ കളിച്ചിരിക്കുന്നത്. അതൊരു ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ഒരുപാട് നീക്കങ്ങൾ ആ പടത്തിനകത്തുണ്ട്.